എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യും. ഡൈസ്, ബാൽഡി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സന്ദീപ് നായകനായ ഏറ്റവും പുതിയ സിനിമയാണ് എക്കോ. നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. തിയേറ്ററുകളിൽ സിനിമ വിജയിച്ചു. കിഷ്കിണ്ട് കാണത്തിന്റെ ടീമാണ് എക്കോയും OTT റിലീസ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സോണി ലീവാണ് എക്കോ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഡിസംബറിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കാന്ത എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദുൽഖർ സൽമാന്റെ തമിഴ് സിനിമയായിരുന്നു കാന്ത. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഒരു എന്റർടൈൻമെന്റ് മൂവി ആയിരുന്നില്ല കാന്ത. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിൽ ഡിസംബർ മാസം 12-നാണ് കാന്ത സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പൃഥ്വിരാജ് നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു വിലായത് ബുദ്ധ. നല്ല ഹൈപ്പിൽ സിനിമ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. സിനിമയ്ക്ക് വേണ്ടത്ര കളക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പൃഥ്വിരാജ് ഷമി തിലകനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ചന്ദനകടത്തിന്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിൽ ഡിസംബർ മാസത്തിലാണ് വിലായത് ബുദ്ധയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഇന്നസെന്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു ഇന്നസെന്റ്. അൽത്താഫ് അനാർക്കലി മരക്കാരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് ഇന്നസെന്റ്. ഇപ്പോഴത്തെ മനോരമ മാക്സിൽ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഡിസംബർ മാസത്തിലാണ് ഇന്നസെന്റ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ദി ഗേൾ ഫ്രണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രശ്മിക മന്ദാനയാണ് സിനിമയിലെ നായിക. ഇതൊരു തെലുങ്കു സിനിമയാണ്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ദി ഗേൾ ഫ്രണ്ടിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഡിസംബർ മാസം ഫസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. മലയാളം ഭാഷയിലും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പുണ്യാളൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ നേടിയെടുത്തത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ ഇവരാണ് പുണ്യാള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ മനോരമ മാക്സ് ആണ് പുണ്യാള സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് തമ്മ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രശ്മിക നായിക സിനിമയാണ് തമ്മ. ഈ സിനിമയുടെ OTT ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസം 2-നാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ്, മീനാക്ഷി, അബു സലീം തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് നൈറ്റ് റൈഡേഴ്സ് നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നൈറ്റ് റൈഡേഴ്സ് ഒരു കോമഡി മൂവിയായിരുന്നു. ആമസോൺ പ്രൈമാണ് നൈറ്റ് റൈഡേഴ്സിന്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഡിസംബർ മാസത്തിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും ബസൂക്കയുടെ OTTക്ക് വലിയ ഡിമാൻഡാണ്. C5 OTT അവകാശം വാങ്ങിച്ചുവെന്നാണ് നേരത്തെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ C5-ൽ ഒരുപാട് സിനിമകൾ റിലീസാക്കി. ഇതുവരെ ബസൂക്ക റിലീസാക്കിയിട്ടില്ല. ഒരുപക്ഷെ C5 ബസൂക്ക സിനിമ ലൈറ്റ് ആക്കിയിട്ട് റിലീസാക്കാനായിരിക്കും പദ്ധതി. മമ്മൂട്ടി മികച്ച ആക്ഷനാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് ബൾട്ടി സിനിമ നേടിയെടുത്തത്. ഷേനികമാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ആക്ഷൻ മൂവി. ഒരുപാട് പേർക്ക് ബൾട്ടി ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ നല്ല കളക്ഷൻ ബൾട്ടി നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഡിസംബർ മാസത്തിലാണ് ബൾട്ടി സിനിമയുടെ OTT റിലീസ്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഡൈസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പ്രണവ് മോഹൻലാൽ നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഡൈസ്. ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 50 കോടിക്ക് മുകളിൽ കളക്ഷൻ സിനിമ നേടിക്കഴിഞ്ഞു. നല്ലൊരു ഹൊറർ സിനിമയായിരുന്നു ഡൈസ്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഡൈസ് സിനിമ റിലീസായിട്ട് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും OTT റിലീസ് എന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. പ്രണവ് മോഹൻലാൽ മികച്ച അഭിനയമാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത വീക്കായിരിക്കും ഡൈസ് സിനിമയുടെ OTT റിലീസ്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ വീക്ക് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്